ഞാൻ ചെറുപ്പത്തൊട്ട് കാർഷിക മേഖലയിൽ തന്നെയാണ്. പ്രധാനമായിട്ടും റബ്ബർ കൃഷിയാണ് ഞാൻ നേരത്തെ പഠിച്ചിരുന്നത്. 25 വർഷമായുള്ളൂ ഞാൻ മലബാറിൽ ഈ സ്ഥലം വന്ന് വാങ്ങിയിട്ട്. ഇവിടെ അന്നും കൂടുതൽ റബ്ബറായിരുന്നു. ഇപ്പം കൂടുതൽ കമുകായിട്ടുണ്ട്. കാരണം അടയ്ക്കായ്ക്ക് വിലയുണ്ട്. ഒരു 3000 കൂടുതൽ കമുക് ഇതിനകത്തുണ്ടാവില്ല. 1500 ഈ കഴിഞ്ഞ വർഷം വെച്ച ഈ മോഡൽ കമുകാണ്. പിന്നെ ഇപ്പം ചേന ഒരു 300 എണ്ണത്തോളം ഇവിടെ നട്ടിരിക്കുന്നു. മുകളിൽ ഒരു 500ഓളം ഏത്തവാഴ ഈ മോഡലുണ്ട്. ഇപ്പോൾ കൊലക്കാറായ ഒരു 150ഓളം ഏത്തവാഴ ഇവിടെയുണ്ട്. എല്ലാ ചെറിയ വിളകളും ഞാൻ ചെയ്യാറുണ്ട്. ഇഞ്ചി, പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് കപ്പയൊക്കെ വളരെ കുറച്ചാണ് ഇടുന്നത്. ഈ 3.5 ഏക്കർ സ്ഥലത്തിൻ്റെ ചുറ്റുവാരം പന്നിയെ പ്രതിരോധിക്കാനായിട്ട് ഞാൻ വീഡ്മാറ്റ് വെച്ച് വേലി കെട്ടിയിട്ടുണ്ട്. അത് ചൂട്ടോ മരമൊക്കെ വീണ് പോയാലല്ലാതെ പന്നി അത് കവർ ചെയ്ത് വരുന്നില്ല. കൃഷി 100% ലാഭകരമാണെന്ന് എവിടെയും പോയി പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം കൃഷിക്കാരനൊരു ബിസിനസ്സുകാരനൂടെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുള്ളത്. കാരണം ഒരു ബിസിനസ്സുകാരനെ കൃഷി ഒരു ബിസിനസ്സായിട്ട് കണ്ടുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് ചെറിയ സാധ്യതകളും നമ്മൾ ഉപയോഗിക്കുക. അതാണ് ഇപ്പം എനിക്ക് ആ തീറ്റപ്പുല്ലിൻ്റെ സ്റ്റമ്പ് 5 വർഷം മുമ്പ് റെഡ് നേപ്പിയർ ഒരു പക്ഷേ കാലത്തിൽ ആദ്യം കിട്ടിയത് എനിക്കായിരിക്കും. റെഡ് നേപ്പിയറും അത് ഓസ്ട്രേലിയൻ റെഡ് നേപ്പിയർ, തായ്ലൻഡ് സൂപ്പർ നേപ്പിയർ, ഈ രണ്ടിനും പുല്ല് നട്ട് ഞാൻ ഒരു 5 വർഷമായിട്ട് വളരെ വലിയ തോതിലുള്ള ഒരു വരുമാനം ഇന്ന് 5000 സ്റ്റമ്പ് അയക്കാനുണ്ട്. അതിൽ നിന്നുണ്ടാക്കുന്നുണ്ട്. അതുപോലെ ചെറുതേൻ കൃഷിയുണ്ട്, വൻതേൻ കൃഷിയുണ്ട്. ഇപ്പം പയ്യാനി ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പയ്യാനി നട്ടു തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷം ഒരു 10,000-ഓളം പയ്യാനി തൈ വിറ്റു. ഈ വർഷം ഒരു വലിയ ഓർഡർ തന്നെ ഒരു 5000 തൈയുടെ ഓർഡർ നമുക്കായിട്ടുള്ള ഒരാളുടെ തന്നെ കൊടുക്കാനായിട്ട് കിട്ടി. അതും ഇപ്പോഴും തൈ വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയും നന്നായിട്ട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും കൃഷി, ഞാൻ ഒരു 6 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് മറ്റൊരു ഇൻകവും ഇല്ലാതെ 3 പിള്ളേരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. അവനിപ്പം അമേരിക്കയിലായി. അവനിപ്പം കല്യാണമാണ് അടുത്ത മാസം. പിന്നെ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കി ഒരു 4 ഏക്കറോളം 3 ഏക്കർ കമ്പുന്തോട്ടം ഞാൻ വാങ്ങിച്ചു. ചില്ലറ തുണ്ട് സ്ഥലങ്ങൾ പുറത്ത് മേടിക്കാനും വിൽക്കാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ കൃഷി നല്ല രീതിയിൽ ചെയ്താൽ സാധിക്കും. പിന്നെ എൻ്റെ എല്ലാ കൃഷികൾക്കും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളാണ് എൻ്റെ ഭാര്യ മിനി. ജൈവ രീതിയിലുള്ള കൃഷി ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിശ്വാസ്യത കൂടും. ഫെയർ ട്രേഡിൻ്റെ ആ ജൈവവളം ഞാൻ വാങ്ങിച്ച് ഞാനിപ്പം 15 ടൺ ഈ വർഷം ഉണ്ടാക്കി. കഴിഞ്ഞ വർഷം 10 ടൺ ഉണ്ടാക്കി. ആ കമ്പോസ്റ്റും കൂടെ എൻ്റെ കമ്പോസ്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് കോഴിവളം, ചകിരിച്ചോറ്, നമ്മുടെ ഫാമിലെ ചാണകം, ആട്ടിൻകാഷ്ടം, പിണ്ണാക്ക്, അടയ്ക്കായുടെ തൊണ്ട്, നമുക്കുള്ള ഒരു 20 കിലോയുടെ അടയ്ക്കായുടെ തൊണ്ട് മുഴുവൻ ഒരു 8 മാസം കൊണ്ട് കംപ്ലീറ്റ് കമ്പോസ്റ്റായിട്ട് കിട്ടും. ഇതൊക്കെ കമുകിന് തിരിച്ചു ചെല്ലുന്നത് കമുകിൻ്റെ ഗ്രോത്തിനും കേടില്ലായ്മയ്ക്കും പ്രധാനപ്പെട്ട കാരണം അതൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെ പ്രാബല്യത്തിൽ വരുത്തി നല്ല ആദായം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽക്കൂടെ ഫെയർ ട്രേഡിൻ്റെ കമ്പോസ്റ്റ് 25 ചാക്ക് മേടിച്ച് ഞാൻ ഈ കമ്പോസ്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള സൂക്ഷ്മ ജീവികളുടെയൊക്കെ സാന്നിധ്യം കൂടുതലുണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് കറക്റ്റ് നനവിൽ എല്ലാ സമയത്തും സംരക്ഷിക്കും. ഇതെല്ലാം എല്ലാ കമുകിനും 3000 കൂടുതൽ കമുകിനും തെങ്ങിനും കൊടിക്കും പയ്യാനിക്കും എല്ലാത്തിനും ഇട്ടതിന് ശേഷം ഇപ്പം മിച്ചമുള്ളതാണ്. ഇനിയിപ്പോൾ കൊടി നടാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. ഇത് താഴോട്ടുള്ള കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ 1650 കമുക് കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ട്. 500ഓളം പയ്യാനി കൊടിക്ക്, പിന്നെ PVC പൈപ്പുകളിലെ കൊടി കൃഷി, വാഴ, ചേന, ഇതിനെല്ലാം ഉള്ള ഇറിഗേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സെക്കൻഡ് മേടിച്ചു കൊണ്ടെന്ന് വെച്ച ഒരു ബയോഫ്ലോക് ടാങ്കാണിത്. ഇതിലൂടെ ഞാൻ ഇപ്പം 2 പ്രാവശ്യമായിട്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ പച്ചച്ചാണകം ഉള്ളതുകൊണ്ട് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും കൂടെ ഒരു 5 ദിവസത്തെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അത് പതിവായി കഴിഞ്ഞ് വളരെ വേലുവിട്ട് 25,000 ലിറ്റർ ഉണ്ട്. അത് മൊത്തം പൈപ്പ് കണക്ഷനുണ്ട്. പൈപ്പ് കണക്ഷനിൽ കൂടെ പിടിച്ച് മൊത്തം കമുകിനും പയ്യാനിക്കും കൊടിക്കും അടിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ കൃഷിക്ക് ഏറ്റവും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ കമ്പോസ്റ്റ്, ഇതാണ് പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്ന വളത്തിൻ്റെ രീതികൾ. ഇത് നമുക്ക് ഈ വർഷം പയ്യാനി തൈയിൽ ഇടാനുള്ള ഒരു വർഷമാകുന്ന പയ്യാനി തൈയിൽ ഇടാനുള്ള കുരുമുളക് ഞാൻ തന്നെ നാഗപ്പതി രീതിയിൽ പതിപ്പിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് മുഴുവൻ കുമ്പൊക്കെ ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്. ഈ പന്തലാണേലും ഇത് എൻ്റെ സ്വന്തം ഐഡിയയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇത് നട്ടുപോലിട്ടിട്ട് മുറുക്കുന്നതാണ്. അഴിച്ചുകൊണ്ട് എവിടെയാണേലും പച്ചക്കറി നടാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു 3-4 ഷെഡ് നീളം എത്ര വേണേലും കൂട്ടാവുന്ന രീതിയിൽ എല്ലാം അഴിച്ച് പീസാക്കാവുന്ന രീതിയിലാണ്. കർഷകന് നവീന കാലത്തെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പുല്ലുപോലും ഉപജീവനമാർഗമാക്കാമെന്ന് അഭിമാനപൂർവ്വം പറയുന്ന ജോസുകുട്ടി കാക്കനാട്ടിന് ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ അനുമോദനങ്ങൾ.